നമസ്കാരം, മെട്രോ മാനിയിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് കോമഡി വീഡിയോകൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയനായ ഇൻഫ്ലുവൻസറാണ് അഖിൽ NRD. തുടർന്ന് അടുത്തിടെ ഏതാനും സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളും അഖിൽ ചെയ്തിട്ടുണ്ട്. അടുത്തിടെ തിയേറ്ററിലെത്തിയ മഹാരാജ ഹോസ്റ്റൽ എന്ന സിനിമയിൽ ശ്രദ്ധേയം നേടിയ താരം ഇപ്പോൾ സ്വകാര്യ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നത്. അഖിലിനെയും അഖിലിന്റെ ഭാര്യ മേഘ നായരെയും കുറിച്ചുള്ള ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നും അതിനിടയായ കാര്യങ്ങളുമാണ് ചർച്ചാ ലോകത്ത് പ്രധാന വിഷയമായി നിൽക്കുന്നത്. 2024 അഖിലും മേഘയും തമ്മിൽ വിവാഹിതരാകുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ വിവാഹിതരായത്. വിവാഹത്തിന് ശേഷം അഖിലിന്റെ വീഡിയോകളിൽ മേഘയും സജീവമായി തുടർന്നിരുന്നു. അഖിലിന്റെ കോമഡി കണ്ടന്റുകൾക്കൊപ്പം മേഘ തന്റെ പേജുകളിൽ മറ്റ് വീഡിയോകളും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് പുറം ലോകം അറിയുവാൻ തുടങ്ങിയത്. മേഘയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് മാറ്റം വന്നത് റെഡിറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയായി തുടങ്ങിയിരുന്നു. തുടർന്നാണ് നടനും കൂടിയായ സോഷ്യൽ മീഡിയ താരത്തിന്റെ ഭാര്യ ഒളിച്ചോടി എന്ന് ചിലർ ഇത്തരം പോസ്റ്റുകൾക്ക് കമന്റായി രേഖപ്പെടുത്തിയത്. കൂടാതെ ഒരു പെൺകുട്ടി ബാഗുമായി മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്നതിന്റെ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ശേഷം ചോദ്യങ്ങൾ എല്ലാം മേഘയുടെയും അഖിലിന്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ കമന്റ് ബോക്സിലും എത്തി. ഇതോടെ മേഘ തന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ പറയുന്നത് ഇങ്ങനെയാണ്: സംഭവം നടന്നിട്ട് 2 ദിവസമായി. പന്തളം സ്വദേശിക്ക് ഒപ്പമാണ് ഇറങ്ങിപ്പോയത്. പരാതിയെ തുടർന്ന് 2 കൂട്ടരെയും നൂർനാട് പോലീസ് വിളിപ്പിച്ചിരുന്നു. അഖില് മറ്റ് പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കില്ലാത്തതുകൊണ്ടും അതുകൊണ്ടാണ് മറ്റൊരാളുടെ കൂടെ പോയത് എന്നാണ് മേഘ പോലീസിനെ അറിയിച്ചത്. ഒളിച്ചോടിയോ എന്ന ചോദ്യത്തിന് ചിലർ മറുപടി നൽകുന്നത് ഇങ്ങനെയായിരുന്നു: ഈ ചർച്ചകൾ സത്യമുണ്ടെന്നാണ് അഖിലിന്റെ സുഹൃത്തും മുൻ ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ പറയുന്നത്. ഇരുവരുടെയും വിവാഹത്തിന് പങ്കെടുത്ത ആളെ എന്ന നിലയിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടലാണ് ആദ്യമുണ്ടായത് എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. അഖിലിന്റെ പ്രതികരണവും സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയം കുറച്ച് കടുത്തതാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ ആരുടെയും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഞാൻ അവരുടെ വിവാഹത്തിന് പോയ ഒരാളാണ്. 2021 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സുഹൃത്ബന്ധം അഖിലുമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട സമയത്ത് വലിയ ഞെട്ടലായിരുന്നു ഉണ്ടായത്. അഖിൽ NRD അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് വ്ലോഗുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീഡിയോസ് ഒരുപാട് നാളായി കാണുന്നും ഉണ്ടായിരുന്നു. കണ്ടാൽ നല്ലൊരു ദമ്പതികളായിരുന്നു ഇരുവരും. ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപും ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറൊന്നും എനിക്ക് അവന്റെ അടുത്ത് പറയാനില്ല. അഖിൽ ആരെയും കുറ്റപ്പെടുത്തുന്ന ആളല്ല. അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. എന്റെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പ്രൊഫൈൽ ആണ് എന്റേത്. വീഡിയോ ചെയ്യുക എന്നത് എന്റെ ജോലിയാണ്. വീഡിയോ ചെയ്തേ തിരികെയുള്ളൂ. അത് അവനോട് ഞാൻ പറയുകയുണ്ടായിരുന്നു. അഖിലിന്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാതെയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അത് കണ്ട സമയത്ത് ആരെക്കുറിച്ചാണെന്നൊന്നും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പക്ഷെ കമന്റ് ബോക്സിൽ അഖിലിന്റെ പേര് പലരും പറയുന്നത് കണ്ടു. രാത്രിയായപ്പോൾ അഖിലിന്റെ അടുത്തു നിന്നുള്ള ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു തരികയും ചെയ്തിരുന്നു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടി പോകുമ്പോഴുമുള്ള സന്തോഷം. ഈ നാട്ടുകാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലൊരു സംഭവം ഉണ്ടാകാമെന്നത്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ ഒളിച്ചോട്ടവും പ്രശ്നങ്ങളും കുറിച്ച് പക്വതയോടെ വലിയ വീഡിയോകൾ ചെയ്യാതെ എടുക്കണം. വലിയൊരു ആൾക്കൂട്ടമാണ് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിൽ NRDയുടേത്. അവൻ അത്ര ലൗഡായ ആളല്ല. അങ്ങനെയുള്ള വ്യക്തി നമ്മളെ പോലുള്ള എല്ലാം തുറന്നു പറയണമെന്നില്ല. അതുപോലെ ഒരു മനുഷ്യന് ഇത്തരം കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമുക്ക് അറിയാനും കഴിയില്ല. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്ത് പുറത്തിട്ടതാണ്. അവൾ അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുള്ള രീതിക്കാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തത് അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും കമന്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതലും ആളുകൾ അഖിലിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നിരുന്നവരാണ്. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ കുട്ടിയുടെ വീടും അഖിലിന്റെ വീടിന് അടുത്തായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലാകുന്നത്. അങ്ങനെ വീട്ടുകാർ വഴി സംസാരിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയെ എങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരാണ്. യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവനോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്.
സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു, അവൾക്ക് അതാകും ശരിയെന്ന് തോന്നിക്കാണും. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോവുക. ഇതാണ് അഖിൽ എന്നോട് പറഞ്ഞത്. പറയുമ്പോൾ ചിലർക്ക് ഫീൽ ആകും, ഈ കുട്ടി താല്പര്യമാണ് അവരുടെ ഒപ്പം പോവുക എന്നത്. ഈ കുട്ടിക്ക് ബസ് കണ്ടക്ടറാണ് ഇഷ്ടപ്പെട്ടതിന്റെ ആളുടെ പ്രൊഫൈൽ വെച്ച് അയാളെ തള്ളി പറയേണ്ട കാര്യമില്ല. അയാളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് അഖിൽ എന്നാടിയുടെ ഭാര്യയാണോ എന്നത് അയാൾക്ക് അറിയുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല. ഒരു ബന്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇരു വീട്ടുകാരോടും സംസാരിച്ച് നിയമപരമായി അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടേണ്ട ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കണം. എന്റെ അറിവിൽ അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല. ഇത് അപ്പുറമുള്ള ആളെ ഒന്നും ഇല്ലാതാക്കി ഈ കുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വളരെ മാന്യമായി ഈ ബന്ധം അവസാനിപ്പിക്കാമായിരുന്നു. ഇങ്ങനെ ഓടിപ്പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉണ്ടായതെന്നും നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അവർക്ക് അവരുടെ ഭാഗം ഉണ്ടാകും, അത് ഞാൻ കേട്ടിട്ടുമില്ല. പോലീസ് സ്റ്റേഷനിലെ മൊഴി എന്തോ പുറത്തു വന്നിട്ടുണ്ട്. അതും സത്യമാണോ ഇല്ലയോ എന്നതിലൊന്നും തന്നെ ഉറപ്പ് വന്നിട്ടില്ല. ഞാൻ അഖിലിനോട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഒന്നുമല്ലെങ്കിലും ഇത്രയും നാളും നിന്നെ നോക്കിയ ആളല്ലേ, ഒരു ബഹുമാനം കൊടുത്തിട്ട് ഇറങ്ങി പോകാമായിരുന്നു. നാളെ അഖിൽ എന്നാടി എന്തൊക്കെയാകും നേരിടേണ്ടി വരിക എന്ന് ചിന്തിക്കാൻ കഴിയില്ല. ആ കുട്ടിക്കും ഇതേ അവസ്ഥ തന്നെയാകും ഉണ്ടാകാൻ പോവുക. നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ നാട്ടുകാർ ഇതൊക്കെ തന്നെയാകും പറയുക. ഇന്നും നാളെയും ഒക്കെയാണ് അഖിൽ നേരിടേണ്ടി വരുന്ന ബുള്ളിങ് ഉണ്ടാവുക. നമ്മൾ എത്രയൊക്കെ വീഡിയോകൾ ചെയ്താലും അത് ഉണ്ടാകും. അഖിലിനൊക്കെ കാര്യങ്ങൾ പക്വതയോടെ നേരിടുന്ന ആളാണ്. പക്ഷേ ആൾ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഈ സാഹചര്യം എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയില്ല. നാളെ ഈ കുട്ടി വരും, അവരുടെ ഒരു ഭാഗവും വിശദീകരിക്കുമായിരിക്കും. അപ്പോൾ ഇത് വീണ്ടും ചർച്ചയാവുകയും ചെയ്യും. ആ കുട്ടി എന്തിന് ഇങ്ങനെ തീരുമാനമെടുത്തു എന്നതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് എന്നുമായിരുന്നു സായി കൃഷ്ണയുടെ വാക്കുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.